ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹെൽത്തി ഡ്രിങ്കിലേക്കുള്ള പൗഡർ ഉണ്ടാക്കാനാണ്. നമ്മുടെ ബോൺവിറ്റ, ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ പിള്ളേർക്ക് കൊടുത്ത് ഒരുവിധം മതിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത് ചീച്ചൂന് TB വന്നിരുന്നു 9ൽ പഠിക്കുമ്പോൾ, 9 ഒരു ഫെബ്രുവരിയിലൊക്കെ. എൻ്റെ ഫ്രണ്ട്സിനും എന്നെ പരിചയമുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അത് കാരണം എന്തോ ചീച്ചൂന് ഇങ്ങനെ മരുന്നുകളൊക്കെ കൊടുത്തോടുന്ന കാരണം ഹൈറ്റൊന്നും അത്ര, ഇപ്പോൾ 11ൽ പഠിക്കുന്നത്, 11ലെ പിള്ളേർ അത്ര ഹൈറ്റും ബോഡിയൊന്നും അവനില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, അച്ഛനും അമ്മയും തടിച്ചിട്ട് അതുപോലെ ചേട്ടനും തടിച്ചിട്ട് എന്താ ഇവനെ കണ്ടാറില്ല തോന്നണുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ പൊതുവേ ചീച്ചുവിന് ഭയങ്കര നാണക്കട അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ഫ്രണ്ട്സിൽ നിന്നൊക്കെ അറിഞ്ഞു, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പൊടിച്ച് പൗഡർ ആക്കിയിട്ട് പാലിൽ കലക്കി കൊടുത്താൽ കുട്ടികൾ ഹൈറ്റ് വലുതാവുന്നു. ഇതെന്തായാലും കുഴപ്പമുള്ള സാധനങ്ങളല്ല. അത് കാരണം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചീച്ചുവിൻ്റെ ഹൈറ്റ് കൂടുകയോ കുറയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇത് താമര പൂവിൻ്റെ നടുവിൽ ഒരു ഇതുണ്ടാവില്ലേ നമ്മുടെ, അതിൻ്റെ എന്താ പറയുക, പൂമ്പൊടി. ആ പൂമ്പൊടിയുടെ ഉള്ളിലുണ്ടാവണമെന്നാണ് പറഞ്ഞത്. ഇതിന് ഇവിടെ മക്വാണെന്നാണ് പറയട്ടെ. അപ്പോൾ ഇത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വട്ടം അത് കൊടുക്കണത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വറക്കേണ്ട ആവശ്യമില്ല. ഇത് വറുത്തിട്ട് അതുപോലെ ഇത് നമ്മുടെ ബദാം ഒരു കുഞ്ഞ ബൗൾ, അല്ലാതെ ഞാൻ കുറച്ച് കണക്കിൽ ഉണ്ടാക്കണുള്ളൂ. അതുപോലെ പെരിഞ്ജീരകം, ഇത് വെള്ള എള്ള്, ഇത്ര സാധനങ്ങൾ, ഈ 4 സാധനങ്ങൾ പൊടിച്ച് പൗഡറാക്കിയിട്ട് പാലിൽ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഹൈറ്റ് കൂടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിലൊക്കെ ആരെങ്കിലും മക്കൾക്ക് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ദോഷമുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല, ഒക്കെ നല്ല സാധനങ്ങളാണ്. ഇതിപ്പോൾ താമര പൂവിൻ്റെ ഉള്ളിലത്തേന്ന് പറയുമ്പോൾ നല്ലതല്ല. ഇവിടെയുള്ളവരൊക്കെ വാങ്ങി ശർക്കരയിലൊക്കെ വറുത്തൊക്കെ പിള്ളേർ സ്കൂളിൽ കൊണ്ടുവരുന്നതാണ്. അതുപോലെ ബദാം നല്ല സാധനമാണ്. അതുപോലെ തന്നെ പെരിഞ്ജീരകമായാലും ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ വിശപ്പുണ്ടാവുമായിരിക്കും വേണമെങ്കിൽ. അതുപോലെ എള്ളായാലും നല്ല സാധനമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി റിസൾട്ട് എന്തായാലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല, എന്നാലും 1-2 മാസത്തിനുള്ളിൽ അറിയാമല്ലോ. എൻ്റെ ചീനച്ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുത്തുവിട്ടാൽ അതൊന്ന് ചൂടായി വരുമ്പോൾ ബാക്കിയുള്ളത് ചേർക്കാം. ബദാം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ എള്ളും അതുപോലെ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തുവിട്ടാൽ, കാരണം എള്ളിനും പെരിഞ്ജീരകത്തിനൊന്നും അധികം വറവ് ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു 2-3-4 കപ്പലണ്ടി ഇട്ട് കൊടുത്തു, പച്ചക്കപ്പലണ്ടി. കാരണം ഇവനിപ്പോൾ വയ്യാണ്ടായി ഈ പഴം ഓരോന്നൊക്കെ നമ്മൾ കഴിപ്പിക്കുന്നത് തുടങ്ങിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇഷ്ടമല്ലേ. കുഞ്ഞായിരിക്കുമ്പോൾ ബനാന ബോയ് എന്നാണ് എൻ്റെ ചേട്ടനും അച്ഛനൊക്കെ വിളിച്ചോടുന്നത്. കാരണം അവന് നാട്ടിൽ പോയ ബ്രേക്ക്ഫാസ്റ്റിന് അരി ഭക്ഷണങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അവൻ ബനാനിൻ്റെ എന്ന് മാത്രമേ ചോദിക്കുക. അപ്പോൾ അത് കാരണം അവനെ ചെറുതായിരിക്കുമ്പോൾ ബനാന ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് ഇപ്പോൾ ബനാന എന്ന് പറഞ്ഞ സാധനം കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഞാൻ മേടിച്ചു 5-6 കപ്പലണ്ടി ചെല്ലുന്നത് നല്ലത് തന്നെയല്ലേ. എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിട്ടുള്ളത് നമ്മൾ ശരീരത്തിന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചെന്നോളൂലെന്ന് വെച്ചിട്ട് 2-3-4 കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും വറുത്തു കേട്ടോ. വറുത്ത് വന്നപ്പോൾ നല്ല മണം കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണം, പെരുംജീരകത്തിൻ്റെയും ഈ എള്ളിൻ്റെ ഒക്കെ ആയിട്ടേ. അപ്പോൾ ഇനി ഒന്ന് തണുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ പൊടി റെഡിയായി. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. കുറച്ച് മക്വാണ, പിന്നെ നമ്മുടെ വെള്ള എള്ള്, പെരിഞ്ജീരകം, പിന്നെ ബദാം, പിന്നെ പൊടി ഇതുപോലെ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എയർടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് എല്ലാ ദിവസവും കുട്ടികൾക്ക് പാലിൻ്റെ കൂടെ കലക്കി കൊടുക്കുക, ബോൺവിറ്റയും ബൂസ്റ്റിൻ്റെ ഒക്കെ പകരം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചീച്ചുവിന് ഹൈറ്റ് കൂടുമോ കൂടില്ല അതൊന്നും എനിക്കറിയില്ല. കൂടിയാലും കൂടിയില്ലെങ്കിലും ഈ സാധനങ്ങളൊന്നും ശരീരത്തിന് ദോഷമുള്ളതല്ല, എല്ലാം നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് ഇടുക. പ്ലസ് നിങ്ങൾക്കും മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 600 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, മാം നിങ്ങൾ യൂട്യൂബറാണല്ലേ, നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാനിന്ന് എൻ്റെ അമ്മോട് പറഞ്ഞു, നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന്. അതുപോലെ തന്നെ എൻ്റെ പാപ്പൻ്റെ മോനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണൻ. അപ്പോൾ അവനോടും പറഞ്ഞു, ചേച്ചിയുടെ കുറച്ച് ദിവസം ക്ലിക്കായി വരുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായ ചേച്ചി അങ്ങനെ ക്ലിക്കായിക്കോളുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ ഇനിയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും.
ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നു.